പ്രളയത്തിൽ വീടും വരുമാനമാർഗവും നഷ്ടപ്പെട്ട കോഴിക്കോട് നടുവണ്ണൂരിലെ ട്രാൻസ്ജെൻഡർ ഭാവനയ്ക്ക് വീട് നിർമ്മിക്കാൻ പ്രവാസിയുടെ സഹായം. കോട്ടൂർ സ്വദേശി റിയാസ് ചേലേരിയാണ് ഭവനയ്ക്ക് വീട് വെക്കാൻ സ്ഥലം വാങ്ങാനായി സാമ്പത്തിക സഹായം നൽകിയത്. നടുവണ്ണൂരിലെ താൽക്കാലിക ഷെഡിലായിരുന്നു ഭാവനയുടെയും പങ്കാളി സുരേഷിന്റെയും താമസം. ഇത്തവണയുണ്ടായ പ്രളയത്തിൽ ഉണ്ടായിരുന്ന കിടപ്പാടവും ഇല്ലാതായി. വരുമാനമാർഗമായിരുന്ന പശുക്കളും കോഴികളും നഷ്ടമായി. പിന്നീട് പീഡികത്തിണ്ണയിലായി താമസം. പഞ്ചായത്ത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയെങ്കിലും സ്വന്തമായി സ്ഥലമില്ലാത്തതിനാൽ അതും ലഭിച്ചില്ല. 6 വർഷമായി ഞങ്ങളവിടെ സുഖമായിട്ട് ഒരു ഇതില്ലാതിരിക്കുന്നു. നന്നായിട്ട് വെള്ളം പൊന്തി. സ്കൂളിലേക്ക് ഞങ്ങൾ താമസം മാറ്റുകയും പിന്നെ ദുരിതാശ്വാസ ക്യാമ്പിൽ 7 ദിവസം നിൽക്കുകയും പിന്നെ രണ്ടാമത് വെള്ളം പൊന്തി അതിൽ 14 ദിവസം നിൽക്കുകയും ചെയ്തു. എന്നിട്ട് ഇപ്പോഴും ഞങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിൽ തന്നെയാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. 7 മാസത്തോളമായി അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആരും ഒരു സഹായത്തിനും ഇല്ലാതിരുന്ന സമയത്താണ് പേപ്പറിൽ പരസ്യം കൊടുക്കാനായിട്ട് മാധ്യമ റിപ്പോർട്ടർ ഞങ്ങളെ സഹായിച്ചത്. അങ്ങനെ അതിൽ കൂടി പേപ്പറിൽ പരസ്യം കൊടുത്ത് ഞങ്ങൾക്ക് ഇപ്പോൾ സ്ഥലം അനുവദിച്ച് കിട്ടി. തുടർന്ന് പഞ്ചായത്ത് തന്നെ മുൻകൈയെടുത്ത് ഭാവനയ്ക്ക് വീട് വയ്ക്കാൻ സ്ഥലം ലഭ്യമാക്കാനുള്ള ശ്രമം നടത്തുന്നതിനിടയിലാണ് സമീപ പഞ്ചായത്ത് അംഗം കൂടിയായ ചേലേരി മമ്മുക്കുട്ടി ഹാജിയുടെ മകൻ റിയാസ് സ്ഥലം വാങ്ങാനുള്ള സാമ്പത്തിക സഹായം നൽകിയത്. തന്റെ ഗൃഹപ്രവേശനത്തിന്റെ ഭാഗമായി മന്തങ്കാവിൽ 6 സെന്റ് സ്ഥലം വാങ്ങാനുള്ള തുക റിയാസ് നൽകി. സ്വാഭാവികമായിട്ടും അവരെ നമ്മളിൽപ്പെട്ട ആളുകൾ തന്നെയാണ് എന്ന് ജനങ്ങൾ അംഗീകരിക്കണം. അതിനുള്ള ഒരു സ്റ്റെപ്പ് കൂടിയായിട്ടാണ് ഇതിനെ ഞങ്ങൾ കണക്കാക്കുന്നത്. പ്രളയ ദുരിതാശ്വാസത്തിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവിൽ ഭാവനയ്ക്ക് വീട് നിർമ്മിച്ചു നൽകും. മീഡിയ 1 കോഴിക്കോട്.